പണ്ട് മൃഗണ്ഡൻ എന്ന പേരുള്ള ഒരു മുനിയും അദ്ദേഹത്തിന്റെ പത്നി പരുത്മതിയും ജീവിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞിട്ടും സന്താന ഭാഗ്യം ലഭിക്കാത്ത അവർ പരമേശ്വരനെ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ മഹാദേവൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. മൃഗണ്ഡ മുനി പറഞ്ഞു, ഞങ്ങൾക്ക് സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിച്ചാലും മഹാദേവൻ. പരമേശ്വരൻ പറഞ്ഞു, നിങ്ങൾക്ക് 16 വയസ്സുവരെ മാത്രം ആയുസ്സുള്ള അതീവ ബുദ്ധിശാലിക്കും വിവേകശാലിയും സൽസ്വഭാവിയും ആയ ഒരു മകനെ വേണമോ, അതോ 100 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന അസന്മാനവിയും അവിവേകിയും നീചനുമായ ഒരു മകനെയാണോ വേണ്ടത്? ഇത് കേട്ട് മൃഗണ്ഡമുനി പറഞ്ഞു, 16 വയസ്സുവരെ ആയുസ്സുള്ളുവെങ്കിലും സൽസ്വഭാവിയായ മകനെ മതി. അതിൻ പ്രകാരം ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇരുവർക്ക് പുത്രൻ ജനിച്ചു. ആ പുത്രന് മാർക്കണ്ഡേയൻ എന്ന പേര് നൽകി. അതീവ ബുദ്ധിശാലിയ മാർക്കണ്ഡേയൻ ചെറുപ്പത്തിൽ തന്നെ പുരാണങ്ങളും വേദനങ്ങളും ബ്രഹ്മസത്യവും എല്ലാം മനസ്സിലാക്കിയിരുന്നു. മാർക്കണ്ഡേയന് ഓരോ വയസ്സ് കൂടുമ്പോഴും അച്ഛനമ്മമാരായ ഇരുവരുടെയും ഉള്ളിൽ ഭയം കൂടി വന്നു. 16 വയസ്സുവരെ ആയുസ്സുള്ളൂ എന്ന സത്യം അവരെ അത്യധികം വേദനിപ്പിച്ചു. അങ്ങനെ മാർക്കണ്ഡേയന് 16 വയസ്സു തികയാറിയും. അതീവ ദുഃഖിതരായിരുന്ന മാതാപിതാക്കളോട് കാര്യം ആരാഞ്ഞപ്പോൾ മൃഗണ്ഡമുനി പറഞ്ഞു, നീ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ ലഭിച്ച പുത്രനാണ്. നിനക്ക് 16 വയസ്സുവരെ ആയുസ്സുള്ളൂ. ഇതാണ് ഞങ്ങളെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്. മാർക്കണ്ഡേയൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട. മഹാദേവനെ പ്രാർത്ഥിച്ച് ഞാൻ മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം. അങ്ങനെ സാക്ഷാൽ ബ്രഹ്മദേവനിൽ നിന്ന് ലഭിച്ച മഹാമൃത്യുഞ്ജയ മന്ത്രം 16 വയസ്സു തികയുന്നതിനു മുൻപായി ശിവലിംഗത്തിന് മുൻപിലിരുന്ന് മൃത്യുഞ്ജയ മന്ത്രത്താൽ മഹാദേവനെ ധാനിക്കുകയുണ്ടായി. മരണമടുത്തു വരുന്ന മാർക്കണ്ഡേയനെ കാലപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ യമധർമ്മൻ തന്റെ ദൂതനെ മാർക്കണ്ഡേയന്റെ സമക്ഷത്തേക്ക് അയക്കുകയുണ്ടായി. എന്നാൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ഉരുവിട്ട് ധ്യാനിച്ചിരുന്ന മാർക്കണ്ഡേയന്റെ ധ്യാനത്തിന് വിഘ്നം വരുത്തുവാൻ യമകിങ്കരന് ധൈര്യമുണ്ടായില്ല. യമദൂതൻ തിരിച്ചു കാലപുരിയിലെത്തി ക്രോധത്തോടെ യമദേവൻ ചോദിച്ചു, എന്തുകൊണ്ട് മാർക്കണ്ഡേയനെ നീ കൂട്ടിക്കൊണ്ടുവന്നില്ല? യമദൂതൻ പറഞ്ഞു, മാർക്കണ്ഡേയൻ മഹാമൃത്യുഞ്ജയ മന്ത്രം ഉരുവിട്ട് ധ്യാനത്തിൽ ഇരിക്കുകയാണ്. ധ്യാനം മുടക്കിയാൽ പരമേശ്വരന്റെ ക്രോധത്തിന് തന്നെ ഇരയായി തീർന്നാലോ എന്ന പേടിയാലാണ് ഞാൻ തിരികെ വന്നത്. ഇത് കേട്ട് അതിക്രോധത്താൽ യമൻ പറഞ്ഞു, ഞാൻ മരണത്തിന്റെ ദേവനാണ്. ആരെ ധ്യാനിച്ചിരുന്നാലും മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധ്യമല്ല. ഞാൻ നേരിട്ട് എന്ന് യമപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. യമദേവൻ മാർക്കണ്ഡേയന്റെ സമക്ഷത്തേക്ക് എത്തി. ഭൂമിയിലുള്ള നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു മാർക്കണ്ഡേയ. എന്നെ ഞാൻ യമപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. മാർക്കണ്ഡേയൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് യമദേവനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ തിരികെ ചെല്ലും എന്ന് എൻ്റെ മാതാപിതാക്കളോട് വാക്ക് നൽകിയിട്ടാണ്. മഹാദേവൻ എൻ്റെ കൂട്ടിൽ ഉണ്ട്. ദയവ് ചെയ്ത് എൻ്റെ ധ്യാനം മുടക്കരുത്. ഇത് കേട്ടുകൊണ്ട് യമദേവൻ അട്ടഹസിച്ചു കൊണ്ട് പറഞ്ഞു, ഹേ മൂഢനായ ബാല, ഈ ലോകത്ത് സകല ജീവികളുടെയും മരണത്തിന് എൻ്റെ കൈകൾ കൊണ്ടാണ്. പരമേശ്വരനെ ധ്യാനിക്കുന്നതുകൊണ്ട് നിനക്ക് മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധ്യമല്ല. നിന്റെ പ്രാർത്ഥനയിൽ കണ്ടു പേടിച്ചു പോകാൻ വന്നതല്ല ഞാൻ. ഇത്രയും പറഞ്ഞ് യമദേവൻ തന്റെ കാലപാശം മാർക്കണ്ഡേയന് നേരെ എറിഞ്ഞു. മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ മുറുകി പിടിച്ചുകൊണ്ട് മഹാമൃത്യുഞ്ജയ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. വീണ്ടും കാലപാശം വലിക്കുകയും ശിവലിംഗം ഇളകുകയും ചെയ്തു. ഉഗ്രരൂപിയായ സംഹാരമൂർത്തിയായ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഉഗ്രകോപത്താൽ ഭഗവാൻ കാലിനെ ഭസ്മമായി കണ്ടു. പരമേശ്വരൻ മാർക്കണ്ഡേയനോട് പറഞ്ഞു, നിന്റെ അചഞ്ചലമായ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. എനിക്കിനി മരണമുണ്ടാകുമെങ്കിൽ ഈ ചിരഞ്ജീവിയായി ജീവിക്കും. യമധർമ്മൻ ഇല്ലാതായതോടെ കാലനില്ലാത്ത കാലത്തിന് തുടക്കമായി. യമധർമ്മൻ ഇല്ലാതായതോടെ പ്രപഞ്ചത്തിൽ മരണമില്ലാതാകുകയും ഭൂമിദേവി കഷ്ടപ്പെടുകയും ചെയ്തു. മരണത്തെ പുനഃസ്ഥാപിക്കാൻ ഭൂമിദേവി മറ്റ് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം മഹാദേവൻ കാലന് വീണ്ടും ജന്മം നൽകി. യമധർമ്മൻ പരമേശ്വരനോട് പറഞ്ഞു, എൻ്റെ അറിവില്ലായ്മ പുറത്താലും മഹാദേവ, ഇനി ഞാൻ ഒരു ശിവഭക്തനെയും കാലപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയില്ല. അങ്ങയുടെ ഭക്തർ ഭരണശേഷം കൈലാസത്തിൽ വന്നു ചേരുകയും അങ്ങിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നതാണ്. അങ്ങനെ വീണ്ടും സംഹാരത്തിന് തുടക്കമായി.